കിട്ടിയതിൽ ഏറ്റവും വലുത് അതിൽ ഉലാത്തി നടക്കുകയാണ്. കണ്ടോ, പല്ലിക്കുത്തി ഇട്ടിട്ട് അതിനിങ്ങനെ കുളത്തിയാൽ നമുക്കിങ്ങനെ ഇറച്ചി കിട്ടും. ഇങ്ങനെ ആയിട്ടുണ്ട്. കൊള്ളാല്ലേ കളറ കണ്ടിട്ട്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. പാടത്തേക്ക് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം ഒരു സാധനം പൊറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പൊറുക്കുക എന്ന് പറയാം അവിടെ, അതായത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതിൻ്റെ ടൈമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം അതിൻ്റെ ടൈം തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ ചെറുതൊക്കെ ഉള്ളൂ, വലുതൊന്നും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് ഞങ്ങളുടെ ഒരു തോടാണ്. പക്ഷേങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാലത്തമ്മലാണ്. പക്ഷേങ്കിൽ ഇവിടെ കണ്ടെങ്കിൽ ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റാണ്. ഇത് ഒരു എന്താ പറയുക, മദ്യക്കുപ്പിയാണ്. അതുപോലെ തന്നെ പെപ്സി, മിനറൽ വാട്ടർ, അതേപോലെ തന്നെ അരിഷ്ടത്തിൻ്റെ കുപ്പിയുണ്ട്. പിന്നെ നാളികേരത്തിൻ്റെ ചകിരി ഉണ്ടല്ലോ, അതാണ് ഇതിലധികം കാണുന്നത്. അങ്ങനെയുള്ള ബോട്ടിൽ ചെരുപ്പ്, പിന്നെ വേറെ എന്തോ ഒരു പൊതി കാണുന്നുണ്ട്, അതിലെന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട തോടായിരുന്നു. അതായത് മുമ്പൊക്കെ നമുക്ക് കുളിക്കാൻ വെള്ളമില്ലാത്ത സമയത്ത് കിണറൊന്നും ഇല്ല, പൈപ്പ് ലൈനിൽ വെള്ളമൊന്നും വരില്ല. ആ ഒരു ടൈമിൽ ഞങ്ങൾ കുളിച്ചിരുന്ന തോടാണ്. അത് സാധാരണ തൊഴിലുറപ്പുകാർ നന്നാക്കാറുണ്ട്. പ്രാവശ്യം ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിത് റെഡിയാക്കുകയാണെങ്കിൽ തന്നെ, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ വന്നപ്പോൾ കണ്ടതല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് കൊണ്ടുവരണം. പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ എന്തായാലും കരുതുന്നത്, ഞാനിപ്പോൾ പോയിട്ട് ഏതാണോ ഇപ്പം എന്തിനാണോ വന്നത് ആ പരിപാടി നോക്കിയിട്ട് ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നാളെ ഒക്കെ ആയിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്താൽ തന്നെ എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യം അന്വേഷിക്കണം. ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വേസ്റ്റ് ഉണ്ട്, അത് ഞാൻ എവിടെ കൊണ്ടുവന്ന് തരേണ്ടതെന്നുള്ളത് അന്വേഷിക്കണം. അല്ലാതെ ഞാൻ കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. വണ്ടർഫുൾ വണ്ടൂർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്, അതായത് ഹരിതസേനേൻ്റെ. പക്ഷേ അത് എങ്ങനെയാണ് അവർ സ്വീകരിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. ഇവർ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ എന്താ പറയുക 50 റുപ്യ കളക്ട് ചെയ്തിട്ടാണല്ലോ പല പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ അവരെങ്ങനെയാണ് സ്വീകരിക്കുക? ഞാനത് ഇവിടെ നിന്ന് എടുത്ത് തോട്ടിൽ നിന്ന് എടുത്ത് റോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവിടെ കിടക്കട്ടെ, നമുക്ക് പരിഹാരം കാണാം. പിന്നെ ഇത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ബോട്ടിലാണ്, മാജിക് റം പൈൻ്റാണ്. ഞാനിങ്ങനെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ പറഞ്ഞത് സാധനം തിരഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ ഒരുപാട് മീൻ പിടിച്ച സ്ഥലമാണ് കേട്ടോ. ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക്. എനിക്ക് ഈ വെള്ളം ഇപ്പം ഇത്ര നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ, താഴത്ത് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല പരലുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ദിവസം വേറൊരു പരിപാടി ചെയ്യാനുണ്ട്, ഒരു കെണി ഉണ്ടാക്കണം നമുക്ക്. ഇപ്പോൾ ഇത് കണ്ടെങ്കിൽ ഈ ഒരു ഇല, ഇത് ഭയങ്കര അപകടകാരിയാണ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടോ കിട്ടിയതിൻ്റെ നീരുണ്ടല്ലോ, ഇതാണ് പ്രശ്നക്കാരൻ. അല്ല എന്ത് ചൊറുക്കതിനെ കാണാം അല്ലേ. ഇതെന്ത് സംഭവം ചോദിച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കാണുന്ന ഏരിയയിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കൊണ്ടുപോയി. അവൻ ആ ആടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടിൻ്റെ എന്താ പറയുക, ആടിനെ ഞങ്ങൾ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സാധനം അവിടെ ഉണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു പൊട്ട് എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് ഒന്ന് കഴിച്ച് നോക്ക്, ബിരിയാണീൻ്റെ ചൊയയാണെന്ന് പറഞ്ഞു. അന്നൊക്കെ ബിരിയാണി ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് കടിച്ച് നോക്കി ചൊയ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ നാവുണ്ടല്ലോ, അത് കടിച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും വന്ന പീസ് എടുത്ത് കടിച്ചാൽ മതി. പരീക്ഷിക്കാട്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ. ഞാൻ പറഞ്ഞാണ്ട് പരീക്ഷിക്കരുത്. കടിച്ചു കഴിഞ്ഞാൽ നാവൊക്കെ ലോക്കായി പോകും. നാവ് 4 ഭാഗം ലോക്കായി പോകും. നിങ്ങൾക്ക് എന്താ പറയുക, സംസാരിക്കാനുള്ള ശേഷി ഒരു മണിക്കൂറുകൾക്ക് നഷ്ടപ്പെട്ടു പോകും. മണിക്കൂറുകളോളം നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. നല്ല ഭംഗിയുള്ള പാടമാണല്ലേ ഈ പാടത്ത്. ഇതൊക്കെ വളത്തിൽ വന്നിവിടെ ഉണ്ടായ ഒരു തരം പുല്ലാണ്. ഈ പുല്ല് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കൃഷിക്ക് ഭയങ്കര അധികം ദോഷം ചെയ്യുന്ന സാധനമാണത്. എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അവിടെയൊക്കെ ആളുകളുണ്ട്, എന്തായാലും പോയി നോക്കാം. പ്രോബ്ലം ഈസ് നമ്മൾ കരുതിയ സ്ഥലം ഇതൊക്കെയാണ്. പക്ഷേങ്കിൽ ഇതിലൊന്നും വെള്ളമല്ല. നമ്മുടെ ചെരുപ്പിട്ട് കീഴൊക്കെ ഇറങ്ങിയാൽ ചെരുപ്പ് പൂന്തോ എന്ന് വെച്ചാൽ ചിലപ്പോൾ പൂന്തു. ചെരുപ്പൂര നമ്മൾ കരുതിയ സ്ഥലം ഇതൊക്കെയാണ്. ഇതെന്തീ കിടക്കണം, അടക്കല്ലേ, അടക്കന്നെ. അതടക്ക, ഇതടക്ക. അടക്ക ഓർക്കേണ്ടി വരുമോ? അടക്ക ഓർക്കല്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോഴേ കിട്ടുള്ളൂ.
ഒരു പൂതിക്ക് ഒന്ന് കിട്ടി. പക്ഷേങ്കിൽ തോടായി പോയടാ. അത് വലുതേന്. ഈ സാധനമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഞൗഞ്ഞി. ഞൗഞ്ഞി പിടിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ ശോകമാണ് അവസ്ഥ. വെള്ളമൊന്നുമില്ല ഇവിടെ താഴത്തേക്ക് പോകണം. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് ഞൗഞ്ഞി തോടാണത്. അപ്പോൾ ഈ സാധനം ഞങ്ങൾ ആദ്യമൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചതായിരുന്നു. ഇപ്പോൾ ഈ യാത്രയും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടി എടുത്തതിന് ശേഷം അങ്ങോട്ട് പാടത്തേക്കൊന്നും വരാതെ നമ്മൾ ബിസി ആയിപ്പോയി. മാരേജൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പഴയ ലൈഫൊക്കെ വിട്ടുപോയി. അപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഞാനപ്പോൾ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകട്ടെ, കിട്ടും നമുക്ക് ഞൗഞ്ഞി നോക്കുക. അപ്പോൾ ഇവിടെ ഒന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ തന്നെ ചത്തു. അതായത് ഈ കാണുന്ന ഇത്രയും ഏരിയയിൽ ഈ പറയുന്നത് പോലത്തെ ചാലുകളുണ്ട്. പക്ഷേങ്കിൽ വെള്ളം കുറവാണ്. വെള്ളം ഉള്ളതിലേറ്റ സാധനം ഇല്ലതാണ്. അപ്പോൾ ഞാനിനി ഇതുവഴി ഇങ്ങനെ ഉണ്ടോ, ഇതിലൊന്നും വെള്ളമുണ്ട് പക്ഷേ ഇതിൽ സാധനമല്ല. ഞാൻ ഇതിലെങ്ങനെ തിരിഞ്ഞു പോകട്ടെ. ഇതിലുണ്ടോ, ഇതിലിഷ്ടം പോലെ ഉണ്ടാവും. ശരി, ഇവിടെ പാമ്പുണ്ടാവും കേട്ടോ. നല്ല അണലി ഉണ്ടാവും. അണലിനെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബദമരം ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ബദം പൊറുക്കി പോയാലോ. ഉണ്ടോ ബദമാണില്ല. സ്കൂൾ വിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് വരും. എൻ്റെ ഫ്രണ്ട് ഉണ്ട് രമേശ്, അവൻ്റേതാണ് ആട്. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഞങ്ങളുടെ പരിപാടി ഈ മരത്തും കൂടെ കുരങ്ങന്മാരമാതിരി പടർന്ന് കളിക്കുക അങ്ങോട്ട്. അതുപോലെ തന്നെ ഡാൻസ് പഠിക്കുക, മറയിലും ചവിട്ടലും കുത്തലും പഠിക്കുക. പിന്നെ ഇതുപോലത്തെ മരത്തുമ്പോൾ നിന്ന് ബദങ്ങൾ ചാടിച്ച് പൊട്ടിച്ച് അത് തിന്നുക, നാളികേരം കട്ടുപറിച്ച് തിന്നുക, ഇളനീര് കട്ടുപറിച്ച് കുടിക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി അവിടെ. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഓപ്പണായി. നല്ല കാടായിരുന്നു ഇവിടെയൊക്കെ, തിക്നെസ് കാടാണ്. അതൊക്കെ മാറി തോടാണ് ഈ കാണുന്നത്. തോട്ടിൽ കൂടെ നടന്നാലോ. ഇതുണ്ട് നിങ്ങൾ, ഈ വള്ളി പടർന്ന് പന്തലിച്ച് വേരിറങ്ങിക്കണ ഇതൊരു വള്ളിയാണ്. അതാ ഈ വള്ളി ഇങ്ങനെ 3-4 ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചും, അതായത് കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ഈ മരത്തുമ്മക്ക് കയറും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു സ്ഥലത്ത് നിന്ന് കയറിയാൽ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും, മരത്തുമ്മ തൂങ്ങിയിട്ട്. ഇപ്പോൾ തോട്ടിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ വിടുകയാണ്. ഈ ഒരു ഏരിയ വിട്ടിട്ട് വേറൊരു പാടമുണ്ട് ഞങ്ങൾക്ക്. തോട്ടം നമ്മളെ നെൽകൃഷിയൊക്കെ ചെയ്ത പാടം കാണാനില്ല. അത് ഇവിടുന്ന് കുറച്ച് താഴ്ത്തിക്ക് പോകണം. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടി. ഇവിടെ നല്ല കുണ്ടാണോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഏരിയ. ഞാൻ അവിടെ വീടാണ്ടോ, അതിൻ്റെയും ബാക്കിലായിരുന്നു. അവിടെ ഇങ്ങോട്ട് നടന്നു പോകുന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം നിൽക്കാനുള്ള കാരണം ഇവിടെ ഈ കെട്ട് വെച്ചിട്ടാണ്. ഈ കെട്ട് വെച്ചത് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ വളരെ ചെറുതാണ്. ചെറുത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്താല്ലേ അടിപൊളി ഏരിയയാണ്. ചെറിയൊരു വരമ്പുണ്ട് നടക്കാൻ. നെല്ലിൽ നടുക്കൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ നടുക്കായതുകൊണ്ട് നമ്മളതിൽ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. നെല്ലല്ലേ ഇവിടെ ഉണ്ട്. വെള്ളമൊക്കെ പലയിടങ്ങളിലായിട്ട് തുറന്നു വിട്ടിട്ട് ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ ഒന്നൊക്കെ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ. അവസാനം നമുക്ക് ഒന്നിനെ കിട്ടി. പക്ഷേ ചെറുതാണ്, ഉണ്ട്, അത്ര വലിപ്പമുള്ളൂ. പക്ഷേ ഈ വലിപ്പത്തിലുള്ള കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നോക്കാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ കേട്ടോ. നമ്മൾ എന്തൊക്കെയായിരുന്നു വൈകുന്നേരം ആയാലും വേണ്ടില്ല, നമ്മൾ ഞൗഞ്ഞി എവിടെയുള്ള വെച്ചാൽ അവിടെ പോയി പിടിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രക്ഷയില്ല മക്കളെ, സാധനം കിട്ടിക്ക് തോന്നുന്നില്ല. ഇതുപോലത്തെ ചാലുണ്ടല്ലോ, ഇതിന് ഞങ്ങൾ ഇപ്പോൾ കഴുങ്ങാണ് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കഴുങ്ങിൻ്റെ ആണിയെന്ന് പറയും. വാഴയാണെങ്കിൽ വാഴൻ്റെ ആണിയെന്ന് പറയും. തെങ്ങാണെങ്കിൽ തെങ്ങിൻ്റെ ആണിയെന്ന് പറയും. പക്ഷേ എങ്കിൽ ഈ ആണികളിലാണ് ഇത് ഉണ്ടാവേണ്ടത്. ആണികളിലില്ല, ഇതന്നെ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ അടയ്ക്കാണേ. സംഭവം ഇതിലെന്തോ പൊന്തി കിടക്കുന്ന കാണുന്നുണ്ട്, പക്ഷെ ഒക്കെ അടയ്ക്കാണ്. എൻ്റെ മക്കളെ, ഇതൊരു പാലമാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ നടന്നിട്ട് നമുക്ക് ഒന്നാണ് കിട്ടിയത് കേട്ടോ. ആകെ പാടം. ഈ പാടത്തു നിന്ന് ഞാൻ പോവാണ്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 700 മീറ്റർ, 1/2 കിലോമീറ്റർ ആകല്ലേ. ഞാൻ ഇതുവഴി ഇങ്ങനെ പാടത്തു കൂടെ കയറി പോകും. ഞാൻ ഈ വഴിയിലൂടെയൊക്കെ പോന്നിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഇതായിട്ടുണ്ടാവും കേട്ടോ. 10 വർഷത്തിലേറെ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ വേറൊരു നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട് നമ്മുടെ
മറ്റൊരു നാട്ടിലെ മറ്റൊരു തോട്, മനസ്സിലായോ? ഉണ്ടാ ഇതിലെ തോട് വയ്ക്കുന്നത്. അപ്പം ഇനി ഈ കാണുന്ന നെൽപ്പാടങ്ങളുണ്ടല്ലോ, അതിലൊന്ന് നോക്കി നോക്കാം. നമ്മളാകെ ക്ഷീണിച്ചിട്ട് നടന്ന് ഒരു പരിപാടി നടക്കുന്നില്ല, സാധനമില്ല. ഞാൻ ഇപ്പോൾ ഒരു 5-6 എടുത്തു, ഇതിനേക്കാൾ വലുത് വരെ ഞാൻ അവിടെ തന്നെ ഇട്ടു. കാരണം ഒക്കെ ചത്തേക്കുമാണ്. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിന് നല്ല ചൂടാണ്. ഈ ചൂട് കൊണ്ട് അപ്പോൾ അതിലൊക്കെ ഉണ്ട് ചത്ത് കിടക്കണം അതൊക്കെ. അപ്പോൾ അതവിടെ ഒന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. അതാ ഒക്കെ ചത്തേക്കുമാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല, ഒക്കെ മരണപ്പെട്ടു. എന്താ സംഭവം? ഇത്രയും ചൂട് കൊണ്ടാവില്ലേ? ഈ ഏരിയയ്ക്ക് വന്നപ്പോൾ അത്യാവശ്യം കിട്ടൽ തുടങ്ങി കേട്ടോ. സംഭവം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരണമായിരുന്നു. ചെറുതാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞവങ്ങിയാണ്, ചെറുതാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കേടില്ല. നമുക്ക് നിരാശയോട് കൂടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഞവങ്ങി എന്നാൽ പുതിയപ്പോൾ നമ്മൾ ഞവങ്ങി അറിയുമ്പോൾ ഞവങ്ങിയില്ല അറിയുമ്പോഴേ അപ്പോൾ ഇതിലൊക്കെ ഉണ്ട്. ഇതിലങ്ങോട്ട് ഇറങ്ങി പറഞ്ഞാൽ ടാസ്ക്കാണ്, നെല്ലാണത്. കർഷകരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് എത്രയും കിട്ടി നമുക്ക്. വലുതൊന്നുമില്ല, ഇതാണിപ്പോൾ ഒരു വലുത് കിട്ടി. വലുതൊന്നുമില്ല എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം. നമ്മളുടെ കയ്യിലേ കവറൊക്കെ എടുത്തേക്കണ ഞാൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കവറൊന്നും എടുക്കാതെ നടക്കാറുണ്ട്. അടി ചെറുതാണ്, ഒക്കെ ചെറുതാണ്, ഈ ലെവലാണ് ഒക്കെ. എന്നാലും ഈ ഒരു കവറിന് ഒരു അരക്കവർ കിട്ടിയാൽ സെറ്റാണ് പരിപാടി. ഞാൻ ഇനി നോക്കട്ടെ. ഇതായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ച് കിട്ടിയത്. എത്ര എണ്ണ അതിലെ ചത്തെടുക്കണുണ്ട് നിങ്ങൾ. ഇതൊക്കെ ഞൗഞ്ഞത്തടക്കം കേട്ടോ. ഇതിലൊക്കെ ഇഷ്ടം പോലെ ചത്തെടുക്കുന്നുണ്ട്. പക്ഷെ എന്തല്ലേ, മൈ ഗോഡ്, ഞൗഞ്ഞികളുടെ താവളത്തേക്ക് എത്തിക്കണയാണ്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് എന്താ ഒരു ബോൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്, ബബിൾക്കം പോലെ വേണ്ട. അതിലെങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതൊക്കെ ഞൗഞ്ഞിയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ഞൗഞ്ഞ് കിട്ടും കേട്ടോ. ഇതൊക്കെ ഞൗഞ്ഞ. അപ്പോൾ ഏറെ നടന്നെങ്കിലും നമുക്ക് കൃത്യമായൊരു പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ റോഡ് സൈഡാണ്. ഇതിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഞാനിതിന് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? നോക്കാം നമുക്ക് എന്തായാലും വേഗം പൊറുക്കുക. അതൊന്ന് അത്യാവശ്യം പിടിച്ചെങ്കിലും ഫുള്ളായിട്ട് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് വിത്തിനെടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ആ സാധനം ചത്തുപോകും. ഉണ്ടോ, ചാതി വെയിലാണ്. ഇനി നമുക്ക് ആ ഭാഗത്ത് കിട്ടുമോ? ഇതിലെ പോയിട്ട് നമുക്ക് നോക്കാം എവിടെ ഇത് ഉണ്ടാകാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണം. വാട്ട് ഈസ് ദിസ്? ജീവനുള്ളതാണോ? ചത്തതാ. ഉണ്ടോ, ഇത്യാദി വലിപ്പമുള്ളതൊക്കെ ചത്തടക്കണം. പിന്നെ എങ്ങനെ കിട്ടിയതിൽ ഏറ്റവും വലുത് അതിൽ ഉലാത്തി നടക്കുകയാണ്. കണ്ടോ, ഉലാത്തി നടക്കുകയാണ്. അവൻ്റെ ഉലാത്തൽ നമ്മളിപ്പോൾ സൈസായി കൊടുക്കാം. കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഇതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലുത് കേട്ടോ. ഓ, അടിപൊളി സാധനം. ഇജാതി സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ഒന്നും ഇല്ല ഇനി. ഓ മൈ ഗോഡ്, ഇതെന്താ പെരലും കൊണ്ടോ? ഇഷ്ടം പോലെ പെരലാണ്. ചെറിയ പെരലുകളാണത്. ഒരു കുണ്ടിൽ നിറച്ച്. ചേട്ടാ, ചിങ്ങളൊക്കെ നമുക്ക് പിടിക്കണം. ഇന്നല്ല നാളെ ആവട്ടെ, ഞാൻ കാണിച്ചു തരാടാ. ചെറിയ പെരലാണേ, നമുക്ക് നല്ല റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പെരല. ഇത് നമ്മൾ പിടിക്കും. നിങ്ങൾക്ക് ഇവരെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം വെള്ളം ഇങ്ങനെ കുഴുമ്പുണ്ട്. അത്ര കണ്ട് പെരലാണിതിൽ. ഇതൊരു പെരലും കൊണ്ട് തന്നെടാ. ഇത് നോട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും ഞവഞ്ഞ്. ഇതൊരു ഒറ്റ വിഭാഗത്തിൽ പെടുന്ന സാധനം തന്നെയാണ്, പക്ഷെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ വിഷമുള്ള ഐറ്റംസും ഉണ്ട്, പക്ഷെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല ഒന്നും. ഏതായാലും ഞാൻ നിർത്തി. ഞാൻ ക്ഷീണിച്ചു, നടന്ന് ക്ഷീണിച്ചു. ഞാൻ ഈ കണ്ട ചാലുകളൊക്കെ നടന്നിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിൽ അത്യാവശ്യം വലുതായി കിട്ടിയേക്കും കേട്ടോ. ഇനി ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഓട്ടോ കേട്ടോ. ഇവിടെ നിന്നൊരു കഴുകാം. മീനുണ്ട് ഇതിൽ, അത്യാവശ്യം മീനുണ്ട്, ഞണ്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനിയൊരു പ്രാവശ്യം വരുമ്പോൾ ഞണ്ടാക്കാം. വേറെ ദിവസം ഞണ്ട്. ഇന്ന് നമുക്ക് ഞോഞ്ഞി, അടുത്ത പ്രാവശ്യം ഞണ്ട്. ഓക്കെ.
ഇച്ചാകെ ഒന്നേ കിട്ടിയെന്നുള്ളത് കിച്ചണ്ടോ അല്ലേ ഇതൊക്കെ ചുണ്ണാമ്പിയാറാണ് കേട്ടോ. ഇതൊക്കെ പാടായി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇത്തിരി ഉണ്ടാവുള്ളൂ, ഒരു കയ്യിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഞാനിത് പറഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു കയ്യിലോ ഇതൊരു കയ്യിൽ മൊത്തത്തിൽ ഉണ്ടാവില്ല കേട്ടോ. വലുതൊക്കെ ഉണ്ടേ ഇത്ര വലിപ്പമുള്ള സാധനം കിട്ടുന്നു. ഇതന്നെയുള്ളല്ലോ വലുത്. ആ ഇതൊക്കെ ഈ സൈസ് സാധനമാണ് കിട്ടേണ്ടത്. ആണ് ഞാൻ ആദ്യം ഞാൻ കുക്ക് ചെയ്യും. ഇത് ആദ്യം ഞാൻ ചോറുന്നിട്ട് കേട്ടോ. സമയം 2 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ ചോറിണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി നോക്കാം. അതുവരെ ഇവരെ ഒന്ന് പച്ചവെള്ളത്തിലാക്കിയിട്ട് ഇവിടെ വെക്കാം, കയറി പോകാതെ. ചോറ്റക്ക് നല്ല അയിലച്ചമ്പാനാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മുരിങ്ങാക്കറി ഉണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളും കൂട്ടി ചോറുണ്ടിട്ട് നമുക്കതിൻ്റെ പണി നോക്കാം. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. ഉള്ളത് ഇറങ്ങി പോകണല്ലേ അടങ്ങിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത്രയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് അപ്പോഴാണ് പോയതറിയാം 11:45. ഇപ്പോൾ സമയം കറക്റ്റ് 2 മണി. എത്രയോ ദൂരത്തൂടെ നടന്നിട്ടൊക്കെയാണ്. കഷ്ടപ്പാടുണ്ട് തന്നെ കുറച്ചുള്ളെങ്കിലും. അപ്പോൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ ചങ്ങായിമാരെ നമ്മളുടെ എന്താ പറയുക ഞൗഞ്ഞ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ബക്കറ്റിലുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നമ്മുടെ അടുപ്പ് ചട്ടി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഗ്യാസും നമ്മളുടെ അടുപ്പും ഉണ്ടായതുകൊണ്ട് സുഖമായി. യെസ്, വെള്ളം വെക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടലൊന്നുമില്ല, പക്ഷെ ഞാൻ ഇടുക തന്നെ ഉള്ളൂ. പാടത്തിനൊക്കെ കുറിച്ചല്ല. കിടക്കട്ടെ. പിന്നെ ഇതതിൽ കിടന്ന് ഇങ്ങനെ തിളച്ചോളൂ. ഇട്ട് കൊടുക്കാം. കുറച്ചല്ലേ കിട്ടിയുള്ളൂ, കുറേ കിട്ടണം. അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ രസമാകുക. ഏതായാലും തിളക്കട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. അത് തിളച്ചാകുമ്പോഴേക്ക് നമുക്കതിലേക്കുള്ള ചെറിയൊരു മസാല, സാധാരണ ഇങ്ങനെ മസാല ഒന്നും ചേർക്കാറില്ല. അത് തിളച്ച് നന്നാക്കിയിട്ട് പിന്നെ അതൊരു വരട്ടായിട്ട് കുറച്ചും കൂടി വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പും മല്ലി മുളക് കുറച്ച് വെളിച്ചെണ്ണ അത്രയൊക്കെ ഉണ്ടാവലുള്ളൂ. ഒരു നാടൻ വെപ്പം അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാൻ തന്നെ ഉള്ളൂ. ഇത് പാളുണ്ടോ അറിയില്ല. പാളൊന്നുമില്ല, കാരണം നമ്മളെല്ലാ സാധനവും ഇട്ടില്ല. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറുള്ളി, പച്ചമുളക്, ഒരു ഇഞ്ചിക്കണ്ടം, ഒരു തക്കാളി. വലിയ ഉള്ളി ഇല്ല, അതുകൊണ്ടാണ് അത് എടുക്കാൻ. വലിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ചെറുള്ളി കൊണ്ട് തന്നെയാണ് കരുതിയതൊക്കെ. ആദ്യമൊക്കെ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും പാടെ കൂടിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ടൂത്ത്പിക്കാണല്ലോ, അത് ഒരു പല്ലിക്കുത്തി ഇട്ടിട്ട് അതിനിങ്ങനെ കുളത്തിയാൽ നമുക്കിങ്ങനെ ഇറച്ചി കിട്ടും. എന്താ ഫ്രഷ് ഇത് ഇനിയും കഴുകണം കേട്ടോ, ഇനിയും കഴുകണത്. നമ്മളിപ്പോൾ അത് തിളപ്പിച്ചെടുത്തത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തോട് ഒന്നും പിടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും വലുത്, ഇതാണ് നമ്മളെ അടുത്ത് ഇല്ലേൽ വലുത്. വെള്ളം ഇതിനുള്ളത്തെ വെള്ളത്തിൽ ചൂടുണ്ട്. ഉണ്ടോ, നല്ല ഇറച്ചിയാണ്, സൂപ്പർ സാധനമാണ്. നമ്മൾ നാഗാലാൻഡിൽ നിന്ന് ഹോൺബിൽ ഫെസ്റ്റിവലിൽ നിന്ന് കഴിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അത് ഞാൻ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് കഴിച്ചായിരുന്നു, ഞൗഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മുമ്പൊക്കെ ഞങ്ങൾ 10ാം ക്ലാസ് ആ റേഞ്ച് വരെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും പാടെ കൂടിയിട്ട് പാടത്തു കൂടെ പോയിട്ട് ഈ സാധനം കുറുക്കിക്കൊണ്ട്. അന്ന് ചെക്കന്മാർ മാത്രമല്ല, ഞങ്ങളുടെ പെങ്ങന്മാരും ഉണ്ടാവും. എല്ലാവരും പാടെ പോവുക. എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടും, വലിയൊരു ചെമ്പിനുള്ളതൊക്കെ കിട്ടും. എന്നിട്ട് എല്ലാവരും പാടെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ഇതേമാതിരി തിളപ്പിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ഒരാളെ വീട്ടിലേക്കാരും ചെയ്യുക. വലിയ അടുപ്പൊക്കെ കൂട്ടി വലിയ പരിപാടി പോലെ ചെയ്യാത്. എന്നിട്ട് തിളപ്പിച്ചിട്ട് എല്ലാവരും പാടെ വട്ടത്തിന് ഇരുന്നത് ഇങ്ങനെ തോണ്ടിയെടുക്കും. അന്ന് ഈ സാധനമൊന്നല്ല, ഈർക്കിളി കൊണ്ട് അങ്ങനെ തോണ്ടിയെടുക്കും. അന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും
ഓരോ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഓർക്കൊക്കെ കുട്ടികളായി. ചെക്കന്മാരൊക്കെ ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവനാൻ്റെ പാടായി. ആർക്കും ഞൗഞ്ഞൊന്നും വേണ്ട, ഞൗഞ്ഞൊന്നും തിരഞ്ഞെടുക്കാനുള്ള സമയമല്ലാതായി. മറ്റത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരു ശനി ഞായറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തോടും പാടൊക്കെ തന്നെ നമ്മളുടെ മെയിൻ വിനോദം. ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു സൈഡ്, ആ വേസ്റ്റ് നമ്മൾ പ്രത്യേകം കളയണം. ഒക്കെപ്പാടാകുമ്പോഴത്തേന് ടൈം എടുക്കൂല. അന്നൊക്കെ ഞങ്ങൾ പറയും ഞവഞ്ഞ് പൊറുക്കാൻ നല്ല സുഖമാണ്, നന്നാക്കാനാണ് പണിയത്. നന്നാക്കാനല്ല പണിയത്, ഇതിങ്ങനെ തോണ്ടി 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 ആകണ്ടേ. പിന്നെ ഇതിൻ്റെ തോടുണ്ടല്ലോ, ഇതിന് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് എവിടെയൊക്കെ വേസ്റ്റ് ആണത്. അപ്പോൾ ഈ തോടിൻ്റെ ഇവിടെ മേൽഭാഗത്തൊരു ഓട്ടോ എത്തും. എന്നിട്ട് ചെറിയ ചാക്കുന്നൂലൊക്കെ അങ്ങനത്തെ നൂലുകൾ കൊണ്ട് കെട്ടിയിട്ട് കാലിലും അതുപോലെ തന്നെ മാലയായിട്ടും ഊരക്കൊക്കെ ഇത് കെട്ടിയെടുക്കും. എന്നിട്ട് ചാടിക്കഴിഞ്ഞ് കിലിങ്കിലും പറഞ്ഞ സൗണ്ടാവും. ഇതിൻ്റെ ഒരു കിലുക്കുണ്ടല്ലോ ഈ സാധനത്തിന്, ഈ ഒരു കിലുക്കം, ആ ഒരു കിലുക്കുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സാധനം ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ ആ പോള് പറഞ്ഞപ്പോഴേ ചോടിയത്. ഞങ്ങൾ എന്താ ഇപ്പോൾ എല്ലാവരും സാധനം പാടെ കൂടിയിട്ട് ഒരു വീട്ടിലാവുമല്ലോ കുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പും മല്ലി മുളക്, അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് മുളക് നടക്കുകയാണെങ്കിൽ മറ്റേ ഉപ്പ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ. അല്ലാതെ ആ വെക്കുന്ന വീട്ടിൽ നിന്നല്ല അതിനെല്ലാം സാധനം എടുക്കുക. അതാണ് അന്നൊക്കെ വെറും ഉപ്പും മല്ലിയും മുളകും മഞ്ഞളും മാത്രമേ ഉപയോഗിക്കുള്ളൂ. എൻ്റെ നാട്ടിലൊക്കെ അല്ലേ ഉണ്ടായിരുന്നു? അതാ പറഞ്ഞത്. പഴമക്കാരെ പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ സാധനം, അതായത് ഞൗഞ്ഞി, ഞങ്ങളുടെ ഞൗഞ്ഞി എന്നാട്ടാ പറയാം, നിങ്ങളവിടെയൊക്കെ എന്താ ഇതിന് പറയുക എനിക്കറിയില്ല. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഈ സാധനം ഉണ്ടല്ലോ, ഒരു വട്ടം 2 വട്ടം കഴുകിയാൽ പോരാ. ഞാനിതൊരു 5-6 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. ഫസ്റ്റ് ഈ പറഞ്ഞ ചെളിയൊക്കെ കളഞ്ഞ് പിന്നെ ഉപ്പും വെള്ളത്തിലിട്ടിട്ട് ഒരു വട്ടം കഴുകി. ഒരു ആര്യക്കൊന്ന് കാണിച്ചു കൊടുത്തോട്ടെ. എന്താ സാധനം ആര്യക്ക് അറിയില്ല. അതൊന്നും ഇതേനാത്താ അറിയോ? കണ്ടിക്കണോ? കണ്ടിട്ടില്ല? ഇത് കണ്ടിക്കണോ? ഇത് കണ്ടിക്കണോ? ഇതിന്റെ ഉള്ളത്തതാണിത്. ഇത് തിന്നാനാണേ തിന്നിക്കണില്ല. അതായത് മാമന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ഉണ്ടാക്കണേ. ഇതപ്പത്തിന് ഡ്രസ്സൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് അപ്പത്തിന് അച്ഛൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. ഞൗഞ്ഞി ഇത് ഞാൻ ആ ഗ്യാപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, അതൊക്കെ സാധനങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ആദ്യം വാട്ടിയെടുക്കേണ്ടത്. ഞൗഞ്ഞി വേവിച്ചാനായിട്ടുള്ളവളെ ചെറിയ കസാരയൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. സ്കൂൾ വിട്ട് വന്നതാണ്. ഇപ്പോൾ ഇന്നെന്താ പഠിപ്പിച്ചത്? 1 2 3 4 5 അത്രേ ഉള്ളൂ. എഴുതാണ്ടോ? ചായ കുടിച്ചിട്ട് തരും അല്ലേ? കറിവേപ്പിലോട്ടാ 2 ചെറിയ കറിവേപ്പിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. ശേഷം വാടിയേക്കണേ, കുറച്ചേരം കൂടി കിടക്കട്ടെ. ആദ്യമൊക്കെ തിന്നണം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചിട്ടാൽ മതി. മുളകൊക്കെ മതിയില്ലേ? മതിയാവും. അതിന് അത്യാവശ്യം പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ ഇതിലുള്ള സാധനം തന്നെയാണ്. എല്ലാവരും ഉപ്പിട്ടോ ഇടുമോ? ആയിക്കോട്ടല്ലോ. ആ ഓക്കെ.
മഞ്ഞൾ നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് കുറച്ച് ഇടണുള്ളൂ. ഉപ്പ് ഇഞ്ഞു ഇടേണ്ടി വരും, നോക്കിയിട്ട് ഇടേറ്റിട്ടാ. പിന്നെ ഞവഞ്ഞിട്ടാണ് ഞങ്ങള്. ദായാ തിന്നും നമ്മള്. ഓക്കെ, അതിന് കളർ വല്ലാതെ കയറൂല കേട്ടോ സാധനത്തിന്. അടച്ചിട്ട് വെന്തിട്ട് തുറക്കാം, അതൊക്കെയാണ് ആര് പറയണേ. ഇങ്ങനെ ആയിട്ടുണ്ടപ്പോൾ നമ്മുടെ സാധനം. ഇതിങ്ങനെ തന്നെ ആയിക്കാറത്, മറ്റിറച്ചികളെ പോലെ എന്താ പറയുക ഉടയൊന്നുമില്ല. ഇനി നമ്മൾ അടച്ചേക്കാം. കൊണ്ടാ ഞാൻ അടച്ചേക്കാം. കുറച്ചേരം അവിടെ കിടക്കട്ടെ. ഓക്കെ, ചായ കുടിച്ചോ? എന്നാ ചായ കുടിച്ചപ്പത്തിന് എരി വറക്കോ, പൂമം വറക്കോ, പൂമം വറക്കോ, കൊക്ക് വറക്കോ, കൊക്ക് 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 വറക്കൂല, തത്ത വറക്കോ, തവള വറക്കോ, കുറുമ്പ് വറക്കോ? ചോദിച്ചോ? ഉണ്ട് സാറായോ? ഇത് കുറച്ചുകൂടി ഉപ്പും മല്ലി മുളകൊക്കെ ഇട്ടിട്ടോ. ആരെയാണ് ക്യാമറ പിടിച്ചത്? അപ്പം എന്താ വെച്ചാൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും. ആര്യ കൊള്ളാല്ലേ കളറൊക്കെ കണ്ടിട്ട്? കളറൊക്കെ അടിപൊളിയാ. ചായക്കടിക്ക് എന്താ? പഴം. പിന്നെയും പിന്നെയും കണ്ട നേരം കൂട്ടു വന്നു. ഉള്ളിലൊളി ചെറുമില്ല കല്ലത്തല നിലത്തുള്ളികളെ നേരം തുള്ളികളെ. ഞങ്ങൾക്കിനി ഭയങ്കര മടിയാണ്, കുറവാണ്. മടിയ അവന്റെ പാടത്ത് അതാണ് കിട്ടാത്തല്ലെങ്കിൽ ഇവിടെ പാടും. കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറ്റാൻ പയ്യൂലൊക്കെ ഞങ്ങള് രണ്ടാലും പറ്റാൻ പയ്യൂല. എന്നെന്താണ് വർത്താനം പറയില്ല. ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അതൊന്ന് കണ്ടാ ഇങ്ങനെ ആയിരിക്കും പൊന്തി കാലൊക്കെ. ഞാൻ ശ്രദ്ധിച്ചില്ല. അരിന്റെ ചായ പോയി. അപ്പൊ ചെങ്ങന്മാരെ നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ആരെന്നാ ചൂടുണ്ടോ നോക്ക്. ശരിയാവോ? ലേസോ എന്നാടെ വെക്ക്. ഞാനത് നോട്ടെ. എങ്ങനെയുണ്ട്? ആ കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഞാൻ അത്ര നന്നാവൊന്നും കരുതിയല്ല. അമ്മക്കും കുറച്ച് എടുത്തൊക്കെ ഉണ്ടോ? ഒരു 3-4 എടുക്ക്, മസാലയും കൂടി കൂട്ടിയിട്ട്. അല്ലേ? ചിലതൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് രസമാവും. ഇത് രസമാണ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വെപ്പ് ഇങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ല. ആദ്യത്തെ ഒരു പച്ച ചുവക്കും ഇതിൻ്റെ അല്ലേ, ഒരു പച്ചച്ചോരുണ്ടോ? പക്ഷെ ഇതിനില്ല. അത് ഫുള്ളായിട്ട് ഈ മസാല ഇതിന് മുന്നേ തിന്നിക്കണോ പറഞ്ഞ പോലെ. ഇങ്ങനെ ഉള്ളി ഇതൊക്കെ എടുക്കണം. ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിലും കിട്ടുമോ? നാളെ മീൻ ഉണ്ടാക്കിയ ബ്രെഡ് ഉണ്ടായിരുന്നു, അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടി. ബ്രെഡ് ഉണ്ട് കേട്ടോ, കൈ കണ്ട ആര്യക്ക്.
വലുത് പറഞ്ഞാണ്ടേ തിന്നോട്ടെ. ആ കൊല്ലി പോയത് ചവക്കണം കേട്ടോ. വലുത് കൊടുക്കണ്ട, ചെറുത് മതി. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനൊക്കെ ഒരു പരിപാടി. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും ഇനി വരുന്നത്. ഇനി വേറെ ദിവസം നമുക്ക് ഞണ്ട്, നല്ല പാടത്തെ ഞണ്ടുണ്ട്, ചെറിയ ഞണ്ട്. ആ ചെറിയ ഞണ്ട് കുറേ. അതെ, ആ ഞണ്ട് കുറച്ച് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ കറിയും വെക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അത് വൈകാതെ ചെയ്യുന്നതാണ്. വെയിലുണ്ട് നല്ല വെയിൽ. എനിക്ക് ചെറിയൊരു പുണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട്. ഇല്ലല്ലേ? ആ എനിക്കുണ്ട്. ഞണ്ടിൻ്റെ പോലെ കളറുണ്ടോ? ആ അപ്പോൾ പിന്നെ ഇനി കുറച്ച് അമ്മക്ക് എടുത്തേക്കണം. ബാക്കിയൊക്കെ ഒരു കഴിക്കട്ടെ. എനിക്കിതൊക്കെ മതി, എനിക്കിതൊക്കെ രസമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തുള്ള വീട്ട് നാളെ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.